നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട് മോനെ. നീ സങ്കടപ്പെടണ്ട. ഒന്നും നിനക്ക് നഷ്ടപ്പെടില്ല. എല്ലാം കലങ്ങി തെളിയും. നീ നോക്കിക്കോ. ഹലോ മോളെ. പുതിയൊരു കുരുക്ക് വന്നിട്ടുണ്ട് മുത്തശ്ശി. എന്തു പറ്റി മോളെ? കമ്പനിയുടെ ചാർജ് അങ്കിള് മാധവന് കൊടുത്തെങ്കിലും അതിലെ പല അധികാരങ്ങളും തിരിച്ച് അപർണ തന്നെ കൊടുക്കാനാ അങ്കിളിന്റെ തീരുമാനം. അവന് ചില പ്രത്യേക അധികാരങ്ങളും കൊടുക്കാൻ അങ്കിള് തീരുമാനിച്ചിട്ടുണ്ട്. വിക്കിയുടെ അപരനുള്ള കുരുക്ക് മുറുകാനുള്ള സമയമായി. നമ്മൾ തീരുമാനിച്ചതുപോലെ അവനുള്ള പത്മവ്യൂഹം ഒരുക്കാനുള്ള നേരമായി മോളെ. ആ പത്മവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ അവൻ നിന്റെ കാൽക്കൽ വീണ് അടിയറവ് പറയണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ വിക്കിയിലേക്ക് നിനക്ക് എത്താൻ കഴിയൂ. ആ ജഗന്നാഥൻ വന്ന കാര്യങ്ങൾ അലങ്കോലമാക്കിയതുകൊണ്ടാ എന്റെ മകൻ വിക്കിക്ക് പവർ ഓഫ് അറ്റോർണി സൈൻ ചെയ്യാൻ പറ്റാതെ പോയത്. ഇനിയിപ്പോ ആർക്കും അതില് എതിർപ്പൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വക്കീൽ ഇന്ന് വരുന്നു പറഞ്ഞിട്ടുണ്ട്. പവർ ഓഫ് അറ്റോർണി വിക്കിയുടെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടേതടക്കം മറ്റെല്ലാ സ്ഥാവരജംഗ വസ്തുക്കളുടെയും സമ്പൂർണ്ണ ക്രയവിക്രയ അവകാശം വിക്കിയിലേക്ക് എത്തും. അത് തന്നെ എന്റെ ടാർഗറ്റും. ഇനി എന്റെ മോൻ യുവരാജാവായി കിരീടും ചെങ്കോലുമായി കുറച്ചൊന്ന് വിലസട്ടെ. നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? ഇനി അവൻ നോക്കിക്കോളൂ എല്ലാം. എന്നിട്ട് വേണം ഇനി എനിക്ക് ഈ പ്രായത്തിൽ സ്വസ്ഥമായിട്ടൊന്ന് ലൈഫ് എൻജോയ് ചെയ്യാൻ. എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിയാറായല്ലോ. എന്നിട്ടും വിക്കി അഞ്ജലിയും ഇതുവരെ കഴിക്കാൻ വന്നില്ലല്ലോ. ഇപ്പൊ പിള്ളേർക്ക് നേരത്തിനും കാലത്തിനൊന്നും ഒരു വിലയില്ല. ഇനിയിപ്പോ അവരെയും കാത്ത് മറ്റുള്ളവരിക്കണമെന്നായിരിക്കും വിചാരം. മറ്റുള്ളവർ കഴിക്കുമ്പോ ഒപ്പം ഇരുന്ന് കഴിച്ചാൽ അതല്ലേ നല്ലത്? നീ അവരെ ഒന്ന് വിളിക്ക്. അവരിങ്ങി വരും. പിള്ളേരല്ലേ, അവിടെ അവർ ഒന്നും രണ്ടും പറഞ്ഞിരിക്കുന്നതാവും. അല്ലാതെ ബോധപൂർവം അവര് നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി ചെയ്യുന്നതല്ലല്ലോ. നീ ഒന്ന് വിളിച്ചേക്ക്. ശരി, ഇനി ചെന്ന് വിളിക്കാത്തോണ്ട് അവര് വന്നില്ല എന്ന് വേണ്ട. ഞാൻ ചെന്ന് വിളിക്കാം. ആ വക്കീൽ എപ്പോ വരുമെന്നാ പറഞ്ഞത്? ഉച്ചയ്ക്ക് മുമ്പ് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് കോടതിയിൽ ഒരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. വക്കീലിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഏട്ടാ? പിന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാൾ അതെല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ട് ഒരു ലൂപ്പ് ഹോൾസ് പോലും ഇല്ലാതെ വേണം പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കാൻ അയാളോട് പറയാൻ. അതിൽ പേടിക്കണ്ട. ഇക്കാര്യങ്ങളിലൊക്കെ വക്കീല് ചാണക്യനാ. അയാൾ ഏറ്റെടുത്താൽ അത് ചെയ്തിരിക്കും. അതെനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ ലീഗൽ അഡ്വൈസറെ ഞാൻ അയാൾ വെച്ചുകൊണ്ടിരിക്കുന്നതും. ആ കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു ശ്രദ്ധ കൂടി എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം. വിക്കി ചെറുപ്പമല്ലേ, പ്രായത്തിന്റെ പക്വതക്കുറവുണ്ടാവും. അതുകൊണ്ട് കടിഞ്ഞാൻ മൊത്തം വിട്ടുകൊടുത്തിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇറങ്ങുമ്പോ ഇങ്ങേ തലയ്ക്കല് കാര്യങ്ങൾ കുഴപ്പത്തിലാകാതിരുന്നാ മതി. എനിക്ക് വേറൊന്നും പറയാനില്ല. ചേട്ടാ, അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ വിക്കി ഏൽപ്പിക്കുമ്പോ അതവന് താങ്ങാനുള്ള ത്രാണി ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്.
മാധവ് എവിടെ പോയെന്നാ പറഞ്ഞേ? അവന്റെ ഒരു ഫ്രണ്ട് കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനെ കാണാൻ പോയതാ, ഇപ്പൊ വരും. ഇവരിത് ഇത്ര രാവിലെ എവിടെ പോയി? ഇനിയിപ്പോ അഞ്ജലിയമ്മയ്ക്കും പുറത്തു വല്ലതും പോയി കാണോ? അഞ്ജലി, ആഹാ, അപ്പൊ എഴുന്നേറ്റില്ല അല്ലേ? കൊള്ളാം. കല്യാണം കഴിഞ്ഞിട്ടും ഇവന്റെ ശീലത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അമ്മേ, അയ്യോ ജലജയല്ലേ വിളിക്കുന്നേ? ആ അതെ, നോക്കാം. എന്താ ഇത്? ജലജേ, ജലജേ, അമ്മേ ഓടി വാ. അമ്മേ, കുഞ്ഞമ്മ എന്ത് പറ്റി? ദേ വിക്കി നോക്ക്. ഏയ്, എന്താ പറ്റിയേ? എന്താ? എന്താ എന്താ സംഭവിച്ചത്? അവിടെ എന്താ ഇത്? ബ്ലഡോ? അഞ്ജലി എവിടെ? എടാ നിന്നോടായി ചോദിച്ചത്, അഞ്ജലി എവിടെയെന്ന്. എന്താ ഇവിടെ സംഭവിച്ചത്? ഈ ഫ്ലോറിൽ എങ്ങനെ ബ്ലഡ് വന്നത്? പറ, എന്താ സംഭവിച്ചെന്ന് പറ. അയ്യോ, മുറി ആകെ അലങ്കോലമാണല്ലോ. എന്താ നിങ്ങൾ തമ്മിൽ വല്ല സൗന്ദര്യപ്പണക്കം ഉണ്ടായോ? അവളെവിടെ? അഞ്ജലിക്ക് എന്താ പറ്റിയേ? നീ എന്താടാ പന്തം കണ്ട പെരിച്ചഴിയെ പോലെ നിൽക്കുന്നേ? അവളെവിടെയെന്ന് എനിക്കറിയില്ല. കുഞ്ഞമ്മ ഉച്ച വെച്ചപ്പോഴാ ഞാൻ ഉണർന്നത് തന്നെ. ഞാനും ഇപ്പോഴാ നിങ്ങളെപ്പോലെ ഇത് കാണുന്നത് തന്നെ. എനിക്കറിയില്ല. അഞ്ജലി ഇവിടെ കാണുന്നില്ല, അതൊരു ഫാക്ടറാ. അത് മാത്രമേ എനിക്കും അറിയൂ. ഈ മുറി ഇങ്ങനെ അലങ്കോലപ്പെട്ടതോ അതിനിടയിൽ ഈ രക്തം വീണതോ ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്താണ് ഉണ്ടായതെന്ന് ഒരു രൂപം കിട്ടുന്നില്ല. ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നതാ, രാവിലെ ആയപ്പോഴേ ഇങ്ങനെ കിടക്കുന്ന. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങാൻ കിടന്നവരിൽ ഒരാള് മാത്രം നേരം പുലർന്നപ്പോ ആവിയായി പോയോ? നീ എന്താ ബോധമില്ലാതെയാണ് ഉറങ്ങാൻ കിടന്നത്? അയ്യോ ദേവൂട്ടി, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കറിയാവുന്നത് പോലെ എനിക്കും അറിയൂ. അഞ്ജലിയെ കാണാത്തതിൽ നിങ്ങളെക്കാൾ കൂടുതൽ ടെൻഷനിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഇടയിലും നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്താൽ ഞാൻ എന്ത് പറയാനാ? എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നത്? നമ്മളിങ്ങനെ പരസ്പരം തർക്കിച്ചും കുറ്റപ്പെടുത്തി നിന്നിട്ട് കാര്യമൊന്നുമില്ല. അഞ്ജലിയെ കുറിച്ച് അന്വേഷിക്കുക, എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കുക. ഏട്ടാ, ഇന്നലെ രാത്രി അരുതാത്ത എന്തോടെ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ പിടിയും വലിയൊക്കെ നടന്നതിന്റെ ലക്ഷണമായി കാണുന്നേ. ആ നിലയ്ക്ക് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നിടത്തല്ല. എന്തോ സംതിങ് റോങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചേട്ടാ, അഞ്ജലിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എല്ലായിടവും പോയി അന്വേഷിക്കും. എനിക്കാകെ പേടിയാവുന്നു.